ഇസ്രായേലിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ 63 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ചു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. 8 പേർക്ക് സാരമായി പരിക്കുണ്ട്. മറ്റുള്ളവർക്ക് നിസ്സാര പരിക്കുകളാണുള്ളതെന്നാണ് ഇസ്രായേൽ ആംബുലൻസ് ഏജൻസി ഉൾപ്പെടെയുള്ളവയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ആദ്യം 100-ലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഇറാൻ പിന്നീട് ബാലിസ്റ്റിക് മിസൈലുകളും തൊടുത്തുവിട്ടു. അതേസമയം ഇറാനിൽ വീണ്ടും ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നതായും സൂചനയുണ്ട്. ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് ടെൽ അവീവിലും ജെറുസലേമിലും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി. ഇറാനിലേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നതായി സൂചനയുണ്ട്. ഇസ്രായേലിന്റെ പോർവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് ഇസ്രായേലിന്റെ സൈനിക വക്താവ് നിഷേധിച്ചു. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പറഞ്ഞു. ഇതിനിടെ ഇസ്രായേലിലേക്ക് ഹൂത്തി വിമതർ ഡ്രോൺ ആക്രമണം നടത്തി. ഇറാന്റെ ആക്രമണം സാധാരണക്കാരുടെ നേരെയാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇറാൻ പരിധികൾ ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തു. എന്തായാലും വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഇസ്രായേൽ ഇനി നൽകാൻ പോകുന്നത്. വീടുകളിൽ തന്നെ കഴിയണമെന്നും പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടുന്നത് ഒഴിവാക്കണമെന്നും ജനങ്ങൾക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്ര തലവന്മാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷാ സമിതിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തും. വ്യാഴാഴ്ച രാത്രി ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ സേനാ മേധാവി മുഹമ്മദ് ബാഗേരി ഉൾപ്പെടെ സൈന്യത്തിലെ ആദ്യ 4 സ്ഥാനക്കാരും രാജ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാകനും 6 ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. ടെഹ്റാനിൽ പാർപ്പിട സമുച്ചയം തകർക്കപ്പെട്ടു. കുട്ടികളടക്കം 78 പേർ കൊല്ലപ്പെട്ടെന്നും 300-ലേറെ പേർക്ക് പരിക്കേറ്റെന്നും ഇറാൻ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇറാനും ഇസ്രായേലും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിട്ടുകൊടുക്കില്ല എന്ന ഉറപ്പോടെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം 6 സ്ഫോടനങ്ങൾ നടന്നെന്നും ഇറാന്റെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭീഷണിയെ നേരിടുന്നതിനായി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തുടരുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ആണവ പദ്ധതി സംബന്ധിച്ച് എത്രയും വേഗം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ടാമതും ഇസ്രായേൽ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയത്.